തമിഴ്നാട്ടിലെ തിരുമലൈക്കോവിൽ എന്ന ക്ഷേത്ര ദർശനം ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുമ്പോഴെല്ലാം അവിടെ ക്ഷേത്ര ദർശനം നടത്തണമെന്നും അവിടുത്തെ ഭംഗി നേരിൽ കാണണമെന്നുമായിരുന്നു മനസ്സിൽ. ഇന്ന് ആ ആഗ്രഹം സാധ്യമാവുകയാണ്. ആ പ്രശസ്തമായ ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര. പൊൻപുളി എന്ന ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മെ വരവേൽക്കുന്ന മാൻതോപ്പുകളാണ്. മാൻതോപ്പുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ ആ കുന്നിൻ മുകളിലെ ക്ഷേത്രം കാണാനാകും. മലമുകളിലെ ക്ഷേത്രത്തിന് താഴെയായി ചെറിയ വഴിയോര കച്ചവടങ്ങൾ കാണാം. കടകളിലേറെയും ഉപ്പിലിട്ടതും തമിഴ്നാടിൻ്റെ തനത് രുചിയിലുള്ള ആഹാര പദാർത്ഥങ്ങളുമാണ് വിൽപ്പനയ്ക്ക്. ഈ ചെറുകിട കച്ചവടങ്ങൾക്ക് മുമ്പിലായി ക്ഷേത്ര കവാടവും കാണാനാവും. ക്ഷേത്രത്തിലെത്താൻ വൃത്താകൃതിയിൽ തന്നെയാണ് റോഡ് പാകിയിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായും പാറക്കെട്ടുകളും മലകളുമാണ് കാഴ്ചയിൽ. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ പൻപൊളിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലൈക്കോവിൽ എന്ന പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രം പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ അതിരായതിനാൽ കാലാവസ്ഥയും പ്രകൃതിയും കേരളത്തോടൊപ്പം തന്നെയാണ്. ഭഗവതിപുരം, മേക്കര തുടങ്ങിയ മനോഹരമായ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ട ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ തിരുവിതാംകൂറിൻ്റെ വ്യാവസായിക ഇടനാഴി കൂടെയാണ് ചെങ്കോട്ട. മീനാക്ഷിപുരം വഴി തിരുമലൈക്കോവിൽ എത്താനാകും. വിശാഖ നക്ഷത്രക്കാർക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമായതിനാൽ നക്ഷത്ര ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. നാനൂറ് മീറ്റർ ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം 15-ാം നൂറ്റാണ്ടിലാണെന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് തിരുവരുട്ടൂർ ശെൽവൻ ശിവകാമി അമ്മാളാണ്. ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം മുരുകനാണ്. നാട്ടുകാർ ഈ ദേവനെ തിരുമലൈ കുമാരസ്വാമി എന്ന് വിളിക്കുന്നു. ക്ഷേത്രത്തിൽ മുരുകന് പുറമെ ക്ഷേത്ര കവാടത്തിൽ ഗണപതിയെയും കാണാം. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമായി ചെറിയ ദേവന്മാരുടെ ഉപക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. മുരുക വിഗ്രഹത്തോടടുത്തായി തിരുമലൈ കാളിയമ്മൻ എന്നറിയപ്പെടുന്ന ദേവി കൂടി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിലെത്താൻ 625 പടികൾ കയറേണ്ടതുണ്ട്. കാൽനടയല്ലാതെ വാഹനത്തിൽ യാത്ര ചെയ്ത് ക്ഷേത്രമുറ്റത്തെത്താനാവും. തമിഴ് മാസമായ തായ് മാസത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുള്ളത്. ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്ര പരിസരത്തായി കൂവാല എന്ന പൂ വിരിയുമെന്നും അത് സപ്തകന്യകമാർ എറുത്ത് ദേവനെ പൂജിക്കുമെന്നും ഐതിഹ്യം. നിരവധി ചെറു ഗ്രാമങ്ങളാലും തെങ്ങിൻ തോപ്പുകളാലും ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം.
ക്ഷേത്രമുറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അതിശക്തിയായ കാറ്റും പ്രകൃതി ഭംഗിയും അത്രയ്ക്ക് മനോഹരമാണ് കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ച. കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ബൈക്കിലായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പോകാൻ കഴിയുന്നവർ പോവുക. ആ ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് മടങ്ങുക.